അപ്പോൾ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതേ അല്ല എന്നതാണ് ഇതിന്റെ ഉള്ളടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഹർജിക്കാരൻ ശ്രീ അനിൽകുമാർ കെ എം നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രൻ, ഒപ്പം മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ എന്നിവർ കൂടി തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, കോടതിയിലേക്ക് എത്രത്തോളം കൺസേണോടുകൂടി, ആശങ്കയോടുകൂടിയാണ് താങ്കൾ സമീപിക്കുന്നത്? ഹർജിക്കാരൻ എന്ന നിലയിൽ ഹൈക്കോടതിയുടെ ഈ ഗൗരവമേറിയിട്ടുള്ള ഇടപെടലിനെ കുറിച്ചും അത് വഴിവെക്കുന്ന സന്ദേശത്തെക്കുറിച്ചും അതിലെവിടെയൊക്കെയാണ് താങ്കൾ അടക്കമുള്ളവർ വലിയ സംശയം, ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് കടക്കാം, വലിയൊരു പൊരുത്തക്കേട്, സംശയം ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാനുള്ള കാര്യം എന്തായിരുന്നു ശ്രീ അനിൽകുമാർ? ജീവനക്കാരുടെ ശമ്പള വിതരണവും സർവീസ് ബുക്കും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് വിവരങ്ങളും അടക്കം കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ജീവനക്കാരുടെ സ്വകാര്യത സൂക്ഷിക്കുന്ന ഒരു യൂണിറ്റായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നിന്നും ഈ വിവരങ്ങൾ ചോർന്നു എന്ന് പറയുന്നത് തന്നെ സ്വകാര്യതയുടെ ഒരു നഗ്നതമായ ലംഘനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും നമ്മുടെ ഈ സ്വകാര്യ വിവരങ്ങൾ സ്പാർക്കിൽ കൊടുക്കുന്നത് വഴി സ്പാർക്ക് ആധാറുമായിട്ട് ലിങ്കാണ്. നമ്മുടെ എല്ലാവിധമായിട്ടുള്ള വിവരങ്ങളും അതിനകത്ത് അടക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടായത് തീർച്ചയായും IT ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന തരത്തിൽ ആർട്ടിക്കിൾ 21 ലംഘനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തീർച്ചയായും അനുകൂലമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുകൂലമായി ഇത് പരിഗണിക്കുന്നു എന്നത് തന്നെ വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും എവിടെയാണ് അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിയിലേക്ക് വല്ലതും പോയിട്ടുണ്ട്? കാരണം ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ സ്പാർക്കിൽ നിന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അത് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ശേഖരിക്കാൻ കഴിയുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നീട് വളരെ ബൾക്കായിട്ടാണ് ഈ മെസ്സേജ് പോയിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ മെസ്സേജ് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഒരു സ്വകാര്യത ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് സംശയത്തക്ക രീതിയിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്കൾ എന്തൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ കോടതിക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്? ഇത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്പാർക്കിൽ നിന്ന് ഈ വിവരങ്ങൾ പോകുന്നതിന് വേറെ ഏത് വഴി എന്ന് ചോദിച്ചാൽ IT മിഷൻ, സ്വാഭാവികമായിട്ടും IT മിഷൻ വഴിയാണ് ഇത് പോകാനുള്ള സാധ്യത ഉള്ളത്. 2023 ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ GOMS 4/2026 ഈ മാസം പുറത്തിറക്കിയ ഒരു ഉത്തരവിൻ പ്രകാരമാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ഏജൻസിയെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ, IT മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ ദിവസവേതന അടിസ്ഥാനത്തിലോ എങ്ങനെയോ എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് ആ GOയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപ്രകാരം തീർച്ചയായും ഇതൊരു ഔട്ട്സോഴ്സിങ് ഏജൻസിയെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ഇത്രയും കാലങ്ങളിൽ DA കുടിശ്ശിക ഉണ്ടായപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലൊരു മെസ്സേജ് നമുക്ക് ആർക്കും വന്നിട്ടില്ല. അത് മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് CMന് നേരിട്ട് സ്പാർക്കിൽ നിന്ന് ഡേറ്റ എടുക്കാൻ പോലും കഴിയില്ല. അതിന് പ്രത്യേക ഉത്തരവുണ്ടാകണം. അത് ഫയലായി ആ ഉത്തരവുണ്ടെങ്കിൽ മാത്രം ജീവനക്കാരൻ്റെ കൺസെൻറ്റോടുകൂടി മാത്രമേ അത്തരത്തിൽ ഡേറ്റ പുറത്തു വിടാൻ കഴിയുള്ളൂ. അത് CM വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്സോഴ്സിങ് ഏജൻസിയെ കൊടുത്ത് ഇത്തരം രേഖകൾ കൈമാറിയതിൽ ദുരൂഹതയുണ്ട്. അത് ശക്തമായി അപലപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ദുരൂഹത താങ്കൾ സംശയിക്കുമ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി സംശയത്തിൻ്റെ ആ ഒരു ദൂരീകരണം ഉണ്ടാകേണ്ടതാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ രേഖകൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ്, ആ ഡേറ്റ ബ്രീച്ചിങ് ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകളും ഒക്കെ തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിന്മേൽ ഒരു നിയമം പോലും ഉള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഗിമിക്സായി ഇത് മാറുകയാണെങ്കിൽ ഈ പറഞ്ഞ ആശങ്കകൾക്കൊക്കെ അടിസ്ഥാനമില്ലേ ശ്രീ എം ജയചന്ദ്രൻ? പ്രതീക്ഷേ, താങ്കൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള ഡാറ്റ ചോർച്ചയും ഇവിടെ ഉണ്ടായിട്ടില്ല. അനിൽകുമാർ KM സംശയിച്ചതുപോലെയും യാതൊരു തരത്തിലുള്ള ഡാറ്റ ചോർച്ചയും അല്ല ഇത്. എന്തായിരുന്നു ആ മെസ്സേജ്? അത് നോക്കാം ആദ്യം ഒന്ന്. അതിതാണ്, ഇങ്ങനെയാണ്: കഴിഞ്ഞ ബജറ്റിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രഖ്യാപിച്ച DA, DR സർക്കാർ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു.
ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിന് അനുവദിച്ച 3% പറഞ്ഞാൽ ബാക്കിയുള്ള 10% എന്ന് തുടങ്ങിയ ഒരു ചെറിയ മെസ്സേജാണ്. ഇതെങ്ങനെയാണ് അയച്ചത്? വേറെ എക്സ്റ്റേണൽ ഏജൻസീസിനെ ഉപയോഗിച്ചാണ് എന്നാണല്ലോ അനിൽകുമാറിന്റെ ആരോപണം. അദ്ദേഹം തുറന്ന കേസിൽ പോയതായിട്ട് ഇപ്പോൾ അദ്ദേഹം തന്നെ സംസാരിച്ചത് ഇവിടെ. ഇത് അദ്ദേഹം ഒരു ഊഹം അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ സംശയമോ ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, IT മിഷൻ വഴിയാണോ എന്നുള്ളത്. അനിൽകുമാർ സംശയിക്കേണ്ട, സ്റ്റേറ്റ് IT മിഷൻ വഴി തന്നെയാണ് ഇത് പോയിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും അല്ല ചെയ്യുന്നത്, IT മിഷൻ വഴിയാണ്. താങ്കൾക്ക് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ അത് അന്വേഷിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതെങ്ങനെയാണ് ഇതിന്റെ ഓരോരുത്തരുടെയും പിന്നെ സ്പാർക്കിലെ വിവരങ്ങൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയെന്ന് കോടതി ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറയട്ടെ പ്രതീക്ഷ, ഒന്ന് കേൾക്കൂ. അതിനുള്ള ക്ഷമെങ്കിലും കാണിക്കൂ ദയവായി. എന്നിട്ട് താങ്കളുടെ ഏത് ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാമല്ലോ. അത് ഞാനൊന്ന് പറയട്ടെ. ഇതെങ്ങനെയാണ് ചെല്ലുന്നത്? ഇതെങ്ങനെയാണ് ഈ ഡാറ്റ വരുന്നത്? ഇത് മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയോ അല്ലെ മുഖ്യമന്ത്രി തന്നെയോ എടുത്ത് കൈകാര്യം ചെയ്തെന്ന് അയക്കുന്നതാണോ? അങ്ങനെയല്ല. ഈ ഡാറ്റ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് IT മിഷന്റെ ഡാറ്റാ സെന്ററിലാണ്. ഡാറ്റാ സെന്റർ ബൾക്കായിട്ട് കണ്ടന്റ് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടന്റ് പുഷിങ് എങ്ങനെയാണെന്നുള്ളത് ആധുനിക ലോകത്ത് എങ്ങനെയാണ് സൈബർ ഇടത്തിൽ ഒരു കണ്ടന്റ് പുഷ് ചെയ്യുന്നത്? ഡാറ്റ സെർവറിൽ മുഴുവൻ ഡാറ്റാസ് ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് നിശ്ചിത നമ്പറുകളിലേക്ക് സ്റ്റിപ്പുലേറ്റഡ് നമ്പറുകളിലേക്ക് എങ്ങനെ ഡാറ്റ പുഷ് ചെയ്യാം? അത്രേ ഉള്ളൂ കാര്യം ഇവിടെ. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസിലേക്കാണ് വെള്ളിയാഴ്ച പോകാൻ പോകുന്നത് ഹൈക്കോടതി. അതല്ലാതെ ഇത് സർക്കാരിന് ഭയങ്കര തിരിച്ചടിയാണെന്നൊക്കെ താങ്കൾ വ്യാഖ്യാനിച്ചില്ല. ഒരു തിരിച്ചടിയും ഇല്ല. ഇത് സാധാരണ ഒരു സംഭവം. ഇന്ന് രാവിലെയും കൂടെ റിസർവ് ബാങ്കിന്റെ മെസ്സേജ് എന്റെ മൊബൈലിൽ വന്നു. ഈ പിന്നെ യൂണിയൻ ഗവൺമെന്റിന്റെ മെസ്സേജുകൾ പതിവായി വരാറുണ്ട്. കർണാടക സർക്കാരിന്റെ മെസ്സേജ് പോലും ഇന്നലത്തെ തലേദിവസം മിനിഞ്ഞാണ് എനിക്ക് വന്നതാണ്. എന്റെ നമ്പർ കർണാടക സർക്കാരിന് ആരാണ് കൊടുക്കുന്നത്? എന്റെ വ്യക്തിവിവരം ചോർന്നു എന്ന് എങ്ങനെ ഈസി ആയിട്ട് കാണുന്നു ശ്രീ MJ ചന്ദ്രൻ? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം DPDP ഒരു നിയമമുണ്ട്, ഒരു ആക്ട് ഉണ്ട് 2023. അപ്പോൾ ഈ വ്യക്തിവിവരങ്ങളൊക്കെ ചോരുന്നതിനെതിരെ വളരെ ഗൗരവത്തോടു കൂടി ഈ ഡേറ്റാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെറു രീതിയിൽ പോലും ശോഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലോക്സഭയിലടക്കം പറഞ്ഞ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. ആ ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് താങ്കൾ, അല്ലെങ്കിൽ ആ സർക്കാരാണുള്ളത്. അപ്പോൾ ഒരു തരത്തിലും ശോഷണം ഉണ്ടാകാനേ പാടില്ല എന്ന് നിഷ്കർഷിക്കേണ്ട ഒരു സംവിധാനം, ആ സംവിധാനത്തിലൂടെ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. പോട്ടെ, പൊളിറ്റിക്കലിയുള്ള ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ ഈ പറയുന്ന അനിൽകുമാറിന്റെ കഴിഞ്ഞ ദിവസത്തേക്കുള്ള ആരോപണങ്ങളെ മാറ്റിവെക്കുക. ഇന്ന് ഹൈക്കോടതി ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിലൊരു യാതൊരു വസ്തുതയുമില്ല. വളരെ ഈസി ആയിട്ട് എനിക്ക് ഇന്ന് ആ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാൻ കഴിയുന്ന കാര്യമാണോ ശ്രീ ജയചന്ദ്രൻ? അത് ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലുള്ള എങ്ങനെയാണ് ആ ഡാറ്റ പോയത് അതാണ് ഞാൻ വിവരിച്ചത്. അത് അവർക്ക് ഡാറ്റാ സെന്ററിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ മൊബൈലിലേക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത്. അത് പിന്നെ വ്യത്യസ്തമായ കേസാണെങ്കിൽ വ്യത്യസ്തമായി തന്നെ ഹൈക്കോടതി നടപടി ശരിയോ തെറ്റോ? ഈ കീഴ്വഴക്കം ശരിയോ തെറ്റോ ശ്രീ ജയചന്ദ്രൻ? ഈ കീഴ്വഴക്കം ശരിയോ തെറ്റോ? അല്ലല്ല, അത് പറയുന്നത് താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞല്ലോ, DPDP ആക്ട്. ഈ DPDP ആക്ടിന്റെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പിന്നെ അതിന്റെ റൂൾസിൽ എന്താണ് പറയുന്നത്? ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 താങ്കൾ ഉദ്ദേശിച്ചത്. അതിന്റെ പീരീഡ് എന്ന് മുതലാണ് തുടങ്ങുന്നത് പ്രജീഷേ. അത് 2027 മെയ് മുതലേ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉള്ളൂ. ചട്ടങ്ങൾ ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അതാണ് ക്യാപ്സ്യൂൾ. അതാണ് ഞാൻ ചിന്തിക്കായിരുന്നു അങ്ങ് അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുമല്ലോ എന്ന്. അതുണ്ട് ശരിയല്ലാത്ത നിലപാടാണത്. അത് എത്രത്തോളം ഈ പിന്നെ നിയമവിരുദ്ധമായ നിലപാടാണ് താങ്കൾ സ്വീകരിക്കുന്നത്? DPDP ആക്ടിന് 2027 മെയ് മാസം മുതലേ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞാൽ എന്റെ ക്യാപ്സ്യൂളാണോ? ഞാൻ അങ്ങയുടെ സംശുദ്ധിയോ അങ്ങയുടെ നൈതികതയോ ഒന്നും ചോദ്യം ചെയ്യില്ല. പക്ഷെ എന്താണ്, ഒരു ഇടത് സർക്കാരാണ്, ഇടതുപക്ഷത്തിന് ഒരു നയമുണ്ട്, ഒരു ഡേറ്റ പോലും ചോരാൻ പാടില്ല. അതല്ല ഞാൻ പറഞ്ഞു എന്താണ്, എല്ലാം മാറ്റിവെക്കൂ. ഞാൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ എന്താണ് ഒരു നയമുള്ളത്? ഒരു പൗരന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അത് ഏതോ ഒരു സർക്കാർ ആയിക്കോട്ടെ, ഒരുപാട് പേരുടെ ഈ പറയുന്ന ബൾക്കായിട്ടുള്ള നമ്പേഴ്സ് ആയാലും അവരുടെ പേഴ്സണൽ, അവരുടെ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധികാരികത അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈമാറി ഒരു മെസ്സേജിലേക്ക് അല്ലെങ്കിൽ മെസ്സേജിലേക്ക് വിടുമ്പോൾ അതിൻ്റെ സെൻറ്റർ സംബന്ധിച്ച് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു പൗരന്
എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയുമോ? അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു നയം ഞാൻ ചോദിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ എന്താണ്? ഇടതുപക്ഷത്തിന്റെ നയം എന്താണ് അക്കാര്യത്തിൽ? നിശ്ചയിക്കും. ഇത് ഞാൻ തെറ്റ് പറയുന്നില്ലല്ലോ. അപ്പൊ അനിൽകുമാർ പോയി തെറ്റ് പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ അത് അവകാശമാണ്. അത് ഹൈക്കോടതി നിശ്ചയിക്കട്ടെ തെറ്റും ശരിയും എന്താണെന്നുള്ളത്. അല്ല, അത് ഹൈക്കോടതി നിശ്ചയിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന് അങ്ങ് പ്രദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിന് ഒരു നയമുണ്ടല്ലോ. അത് ഞാൻ എന്റെ ആർഗ്യുമെന്റ് ആണ് പറഞ്ഞത്. ഇത് ആർക്കും കോടതി പോവാം, കോടതിയാണ് നിശ്ചയിക്കുന്നത്. അത് സെക്കൻഡറീസ് ആണ്. ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഇക്കാര്യത്തിൽ ഒരു നയം എന്താണ്? CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. അതിന് നാഷണൽ ലെവലിലുള്ള DPDP ആക്ട് ആണ് എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇപ്പൊ ക്യൂറിംഗ് പീരീഡിലാണ്. ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പാർട്ടി, പോട്ടെ ഇപ്പൊ സെൻട്രൽ ആണെങ്കിൽ ആരെങ്കിലും അനുവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? നാളെ ഇനി മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ രീതിയിൽ അയക്കട്ടെ, ഇതിനെ പിൻപറ്റി പുതിയ രീതിയിൽ ആളുകൾ പോകട്ടെ, അതല്ല ഇനി കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇനി നമുക്ക് ന്യായീകരിക്കാമല്ലോ, കേന്ദ്രം ചെയ്യുന്നുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്ന് പറയുമോ ഇടതുപക്ഷമിനെ? അല്ല, അത് ഈ 14 മാസം കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. അതുവരെ അത് കുറ്റകരമാവുന്നില്ല. അതാണ് ഇന്ത്യയിൽ നിലവിലുള്ള നിയമമല്ല, എല്ലാവർക്കും ബാധകം. എനിക്കും താങ്കൾക്കും ഈ പാനലിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കും എല്ലാം ബാധകം തന്നെയാണ്. ഇത് അതുവരെ അത് കുറ്റകരമല്ലെന്നേ, അത് കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. ഇതാണോ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്കും CPM-ന്റെ PB-യുടെയും നയങ്ങൾ? ഇത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയോ PB അല്ലല്ലോ തീരുമാനിക്കുന്നത്. രാജ്യത്ത് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ആക്ട് CPM-ന് എന്താണ് നയം, PB-ക്ക് എന്താണ് നയം എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഡേറ്റകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോണിലേക്ക് ഒരു നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പൊളിറ്റിക്കലി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്തും ആവട്ടെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അനുവർത്തിക്കാവുന്ന ശരിയോ തെറ്റോ, അതിലെന്താണ് CPM-ന്റെ നിലപാടെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടക്കം മുതലേ ശ്രമിച്ചു വരുന്നത് എന്താണ്? നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ പ്രതീക്ഷ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാർ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു, അതാണ് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അങ്ങനെ സർക്കാർ നിയമവിരുദ്ധമായ കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് കോൺഫ്ലിക്ട്, അവിടെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളത്. അത്രേ ഉള്ളൂ കാര്യം. സർക്കാർ തെറ്റായ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നു. ഇതാണ് കോൺഫ്ലിക്റ്റ്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്ത് നിലവിലുള്ള നിയമം 2027 മെയ് മാസം വരെ അത് അനുവദിക്കുന്നു. അപ്പൊ ആ കാലത്തോളം അത് നിയമവിരുദ്ധമല്ല. ബാക്കി കാര്യങ്ങൾ ഹൈക്കോടതി നിശ്ചയിക്കട്ടെ, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീകുമാർ, കാര്യത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ള മറുപടി? പ്രത്യേകിച്ച് ഇതൊരു വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പോലെ സംസ്ഥാന സർക്കാരിന്റെ DA ആയാലും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തുകയാണെങ്കിൽ, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ, ഞാൻ ഈ പറയുന്ന ശ്രീ അനിൽകുമാർ എന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് കാര്യം ഒന്ന് മാറ്റിവെക്കുക, പക്ഷെ അതിനേക്കാൾ ഉപരി ഒരുപാട് ആളുകളുടെ കൂടി പ്രതിനിധിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വല്ല ഇതിൻ്റെ ഡേറ്റാസ് അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? ഈ സ്പാർക്കിലെ ഡേറ്റാസാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമാണ്. അതൊക്കെ വേറെ രീതിയിലെങ്കിലും പോയി കഴിഞ്ഞാൽ അതിലൊരു സംശയമുണ്ടാകുന്നത്, അതിനെ തെറ്റ് പറയാൻ കഴിയുമോ ശ്രീകുമാർ? നോക്കൂ പ്രതീക്ഷേ, സർക്കാർ ചെയ്തത് തെറ്റല്ലെങ്കിൽ പിന്നെ ഇന്ന് ഹൈക്കോടതിയിൽ എന്തിനാ ഇനി ഞങ്ങൾ ഇനി അയക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങനെയാണ്, ശരിയാണെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി മുതൽ ഞങ്ങൾ അയക്കില്ല എന്ന് അവർ മുട്ടുമടക്കി പറഞ്ഞതാണല്ലോ വാർത്തകളായിട്ട് വരുന്നത്. അത് ശരിയായ കാര്യമാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ സുഹൃത്ത് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ഒരു വിധി മറന്നു തോന്നുന്നു. 5 വർഷം മുമ്പ് സ്പ്രിംഗ്ലർ കേസ് ഉണ്ടായപ്പോഴേ 2020 ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ഒരാളിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആളുടെ മുൻകൂർ അനുമതി വാങ്ങിക്കണമെന്ന് അങ്ങനെ ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അത് നിലനിൽക്കെയാണ് സർക്കാർ ഇങ്ങനെ 75-76 ലക്ഷം ആളുകളുടെ ഡാറ്റ എടുത്ത് അവർക്ക് സർക്കാരിന്റെ കാര്യങ്ങൾ വാട്സപ്പിൽ അയക്കുന്നത്. അതിന് ജീവനക്കാർ മാത്രമല്ല, ക്ഷേമ പെൻഷൻകാരുണ്ട്, മറ്റ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് 2 കാര്യങ്ങളാണ്. അതിന്റെ നിയമപരമായ വശം ഞാൻ ഈ പറഞ്ഞ് നിർത്തുക, മറ്റുള്ളത് കോടതി തീരുമാനിക്കട്ടെ. ഒരു ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയില് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ഏത് ഗവൺമെന്റ് വന്നാലും തുടരും.
അതാണ് ഇവരുടെ വാഗ്ദാന പാലിക്കലായിട്ട് പറഞ്ഞെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ എത്തില്ല. കാരണം ഇപ്പൊ പെൻഷൻ അതൊരു തുടർച്ചയാണ്. ഇങ്ങനെ ഒരുപാട് തുടർച്ചകളുണ്ട്. ഇവിടെ പ്രതീക്ഷ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയെ കുറിച്ച് ചോദിച്ചല്ലോ. ഈ ഗവൺമെന്റ് 10 വർഷം ഭരിച്ചില്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയുടെ പേരെന്ന് പറഞ്ഞാൽ ശ്രീ ജയചന്ദ്രന്റെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അവര് വിഴിഞ്ഞം പറയും, അത് അവരുടെ പദ്ധതിയാണോ? അല്ല. കണ്ണൂർ വിമാനത്താവളം പറയും, അത് അവരുടെ പദ്ധതിയാണോ? അല്ല. കൊച്ചി സ്മാർട്ട് സിറ്റി പറയും, അത് അവരുടെ പദ്ധതിയാണോ? ശ്രീകുമാർ, അങ്ങ് നമ്മൾ സ്പ്രിംഗ്ലറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സ്പ്രിംഗ്ലറിന്റെ ഒരു കാലഘട്ടം നമുക്കറിയാം, കോവിഡിന്റെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ സ്പ്രിംഗ്ലർ ആ ഡേറ്റ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആശങ്ക സംബന്ധിച്ച് കോടതിയിലേക്ക് പോകുമ്പോൾ അന്നത്തെ ഈ സാഹചര്യം ഇന്നത്തെ സാഹചര്യങ്ങളിൽ വലിയൊരു അന്തരമില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തെ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്താൽ അതിൻ്റെ ഗൗരവം കൂടുകയല്ലേ? അതായത് ഇത്ര ഉള്ള കാര്യമാണ്. അതായത് എന്റെ വിവരം ഞാൻ അറിയാതെ വേറൊരാളെ എടുത്ത് കൊടുക്കാൻ പാടില്ല. അത് പൗരന്റെ ഒരു അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നുള്ള ലളിതമായ ഒരു ഭാഷ നമ്മളെ എല്ലാ കാലത്തും പ്രയോഗിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രതീക്ഷ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചിട്ട് വീണ്ടും വരാനുള്ള ഒരു ആർത്തി, ആ ആർത്തി ആപത്താണ്. അത് അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുക അവര്. ഇത് മാത്രമല്ല, ഇന്നിപ്പോ സുപ്രീം കോടതിയുടെ സ്റ്റേ ഉണ്ടെങ്കിൽ പോലും നവകേരള സർവേ നടത്താൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരെ നിയോഗിച്ചതാണല്ലോ ഹൈക്കോടതി കണ്ടെത്തിയത്. അത് സുപ്രീം കോടതിയിൽ വാദം വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കുകയായിരിക്കും. സ്റ്റേ കൊടുത്തത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണല്ലോ, ഒരു ഗവൺമെന്റിന് കിട്ടാവുന്ന ഒരു ആനുകൂല്യമാണത്. എന്തിനാണ് അങ്ങനെ പോയത്? എന്തിനാണ്? ഏത് വിഷയം എടുത്താലും ഈ PR വർക്ക് എന്തിനാണ് ഗവൺമെന്റിന്? സർക്കാരിന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളതും ഒരു ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഇരിക്കുന്ന നമ്മള് 3 വിഷയം, അനിൽകുമാറിന്റെ എനിക്ക് അറിയില്ല എന്താണ്, ബാക്കി നമ്മൾ 3 പേരും പത്രരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. നമുക്കറിയാം ഇൻഫർമേഷൻ സർവീസ് എന്തിനാ ഗവൺമെന്റിനെന്ന്. ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണത്. ആ സംവിധാനം അവിടെ നിലനിൽക്കെ പാർട്ടിക്കാരെ നിയോഗിച്ചുകൊണ്ട് ഒരുപാട് PR സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയും നമ്മുടെ നാട്ടുഭാഷയില്. എന്ന് വെച്ചാൽ കല്യാണം നടത്തി കൊടുക്കുക, അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാശ് കൊടുത്തിട്ട് ഈ സംവിധാനം ഉള്ളവരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് സർക്കാർ ഉപയോഗിക്കുന്നു. അപ്പൊ സർക്കാർ സംവിധാനം എന്തിനാണ്? അവിടെയാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് എല്ലാ ബുധനാഴ്ചകളിലും. പക്ഷെ അവിടെ അതിന് മറുപടി ഉണ്ടല്ലോ. ഈ കേരള സ്റ്റേറ്റ് IT മിഷൻ ആരാണത്? സ്വകാര്യ സംവിധാനമൊന്നും അല്ലല്ലോ, ഈ സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനമല്ലേ? അവർക്ക് അങ്ങനെ അതിനെ ന്യായീകരിച്ചൂടെ? അല്ല, IT മിഷൻ അല്ല, ഏത് മിഷനാണെങ്കിലും ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടല്ലോ 2020 2020 ഹൈക്കോടതിയിൽ ഉത്തരവ് അനുസരിച്ചിട്ട് ഒരാളിൽ നിന്ന് ശേഖരിക്കുന്ന ഡേറ്റ അയാളുടെ മുൻകൂർ അനുമതിയില്ലാതെ മറ്റൊരു സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്, മറ്റു ആവശ്യത്തിന്. ഇവിടെ ഗവൺമെന്റ് ഞങ്ങൾ ഇന്നൊക്കെ ചെയ്ത് ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്നൊക്കെ, എനിക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ എന്തിനാ എന്റെ വാട്സാപ്പിലേക്ക് അയക്കുന്നത്? അത് വേറൊരു തെറ്റാണ്. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിനാ എനിക്ക് അയക്കുന്നത്. അപ്പൊ അത് തന്നെ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്താൽ ആരും ഇവിടെ ചോദിക്കാൻ എന്നൊരു ചിന്തയുണ്ട്. അത് ചോദിക്കാനുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രീ അനിൽകുമാറിന് സാധിച്ചതിൽ നമുക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. സാധാരണഗതിയില് പഴയ കാലത്തൊക്കെ ഗവൺമെന്റിന്റെ പേടിയാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളെ പേടിയാണ്. 5 വർഷം കഴിഞ്ഞാൽ ജനങ്ങളെ അഭിമുഖീകരിക്കണം. ഇത് 10 വർഷം കഴിഞ്ഞപ്പോ ഇനിയുള്ള 5 വർഷം ഞങ്ങൾക്കാന്നുള്ള തോന്നിയാസം കാണിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തോന്നിയാസം കാണിക്കുമ്പോഴാണ് ഹൈക്കോടതി ചെവിക്ക് പിടിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എത്ര തവണ ഏത് കാര്യത്തിലാണെങ്കിലും ഗവൺമെന്റ് അവതാളത്തിലായില്ലേ? ഗോവിന്ദ മാഷിന്റെ ജാഥയിൽ PR വർക്ക് നടത്തിയിട്ട് ഒളിഞ്ച് പാളീസായി നാണം കെട്ട ഓർമ്മയില്ലേ? എത്ര നാണം കെട്ടാലും ശരി, അത് പഠിക്കില്ല എന്ന് എന്ത് ചെയ്യും? നിയമസഭയിൽ മന്ത്രിമാരുടെ പ്രസംഗം ഇപ്പൊ ഈ 2 ദിവസത്തിൽ നമ്മൾ കേൾക്കുകയല്ലേ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ. ശ്രീകുമാർ, അതായത് ഈ DP ആക്ട്, ഈ ആക്ട് ഇതുപോലെയും അതിന്റെ പ്രാവർത്തികമായി അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വന്നില്ല എന്ന് പറയും. ഒരു പക്ഷേ നമുക്ക് അങ്ങനെ മുഖവിലേക്ക് എടുത്താൽ കൂടി ചില വിവരങ്ങൾക്ക് അത് ലെജിറ്റിമേറ്റ് യൂസ് ആയിട്ട് അത് നൽകുന്നതിൽ തെറ്റുണ്ടോ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്നൊക്കെയുള്ള നമുക്ക് ചില സംശയങ്ങൾ വരുന്നുണ്ട്. നിയമപരമായി കൂടുതൽ അതിലെ പരിശോധിക്കപ്പെടേണ്ടത് കൂടിയാണ്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് സർക്കാർ മറുപടി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മുട്ടുമടക്കി പോവുകയാണോ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിനി വിശദമായി കോടതിയിൽ നിന്നുള്ള മറ്റു കാര്യങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഒരു ഉപാധി ഒരുക്കാൻ സർക്കാരിന് കഴിയുമോ? ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഇപ്പോൾ എന്താണ് ഈ സർവേയുമായി ബന്ധപ്പെട്ട് നവകേരള സർവേ വേണ്ട കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് അങ്ങനെ സർവേ നടത്തിയാൽ എന്താണ് കുഴപ്പമെന്ന്. അതുപോലെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ?
അല്ല നമ്മുടെ മുമ്പിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഒരു ഉത്തരവുണ്ട് 2020 അതിനുശേഷം ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നാളെ ഗവൺമെന്റ് എന്ത് ആക്ട് ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. 2027 പ്രാബല്യത്തിലാകൂ എന്നുണ്ടെങ്കിൽ പോലും ഇത് പൂർവ്വകാല പ്രാബല്യത്തോടെ വരുത്തുന്ന ഒരു സംവിധാനമാണോ നമുക്കറിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി മനുഷ്യന്റെ നിലവാരത്തിൽ നമുക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു ശരാശരി മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? എന്നെ കുറിച്ച് വ്യക്തിപരമായി എടുത്ത കാര്യങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എന്റെ ഒരു സ്വകാര്യ കാര്യമാണ്. തീർച്ചയായും അതാണ് ലളിതമായി തീർച്ചയായും ശ്രീകുമാർ അങ്ങ് പറഞ്ഞതുപോലെ ലളിതയുക്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതാണ് എന്റെ വിവരങ്ങൾ എന്തിനു വേണ്ടി എടുത്തു എന്ന് ഞാൻ എങ്ങനെ നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ ഓരോ സന്ദേശങ്ങൾ വരുമ്പോഴും നമ്മൾ ചോദിക്കും നമ്മുടെ നമ്പർ എവിടുന്ന് കിട്ടി, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും എല്ലാ സർക്കാർ ജീവനക്കാരല്ല ആരായാലും അത് ഉന്നയിക്കുക തന്നെ ചെയ്യും. ആ ആശങ്കയാണ് നേരത്തെ അനിൽകുമാർ കോടതിയിൽ സമർത്ഥിച്ചത്. അതിനാണ് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അനിൽകുമാർ, ഒരാവശ്യത്തിന് ശേഖരിക്കപ്പെടുന്ന ഡേറ്റ അതൊരു മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവിടെ കോടതിക്ക് മുൻപാകെ എന്താണ് സർക്കാർ പറയുന്നത്? ഈ DPDP ആക്ട് അതിനിയും ഇനി കുറച്ച് സമയം കൂടിയുണ്ട്, അതിനുശേഷമേ ഇത് പ്രാബല്യത്തിൽ വരൂ എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ പറയുന്ന പോലെ മൗലികാവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ പൗരന്റെ സ്വകാര്യത, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അത് കോടതി പോലും അതിനെ എത്രത്തോളം ആധികാരികമായിട്ട് തന്നെ അതിനെ വിവക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു അപാകത ഈ സന്ദേശത്തിൽ പറ്റിയിട്ടുണ്ടോ ശ്രീ അനിൽകുമാർ? തീർച്ചയായും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ബഹുമാനപ്പെട്ട ജയചന്ദ്ര സാറ് നേരത്തെ പറയുകയുണ്ടായി ഗവൺമെൻറ്റിന് എപ്പോൾ വേണോ ഇതെടുക്കാമെന്ന്. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല സാർ. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആരെങ്കിലും ഒരു രാജഭരണമല്ല നടക്കുന്നത്. നാളെ ആരുടെയെങ്കിലും ഡേറ്റ എടുത്തുകൊണ്ട് വരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊടുക്കത്തക്ക സാധനമല്ല ഇത്. ഇതിന് വ്യക്തമായിട്ടുള്ള ഫയലുണ്ടാകും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ CM ഓഫീസിൽ അത്തരത്തിൽ ഒരു വിവരം കിട്ടിയത് ഏത് ഫയലാണ്, അല്ലെങ്കിൽ ഏത് ഫയലിൽ കിട്ടിയ അനുവാദം പ്രകാരമാണ് ഇത്തരത്തിൽ ഡേറ്റാസ് കളക്ട് ചെയ്തത് എന്നൊന്ന് വ്യക്തമാക്കാമോ? അല്ലെങ്കിൽ ആരാണ് CM ഓഫീസിൽ നിന്ന് ഈ സന്ദേശം അയച്ചത്? ഏത് ഏജൻസിക്കാണ് ഈ വിവരങ്ങൾ കൈമാറിയത്? ഇതൊക്കെ വളരെ ദുരൂഹമായ പ്രശ്നങ്ങളാണ്. കാരണം ഇത് മെറ്റ എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ ഏജൻസി. 3 ചോദ്യങ്ങൾക്കൊന്ന് മറുപടി കേട്ട ശേഷം ശ്രീ അനിൽകുമാറിന്റെ ആ 3 ചോദ്യങ്ങൾ പ്രസക്തമാണ് സാർ. ശ്രീ M. ജയചന്ദ്രൻ, ആ 3 ചോദ്യങ്ങൾക്ക് മറുപടി, വ്യക്തമായ മറുപടി. എന്താണെന്നറിയാമോ പ്രതീക്ഷേ, പ്രശ്നം ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ പറഞ്ഞതുപോലെ ഈ 2020 നിയമത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റ് ആണെന്ന് ഈ 2023 നവംബർ 11 പാർലമെന്റ് പാസ്സാക്കിയ ആക്ടാണ് ഈ DPDP നിയമം എന്ന് പറയുന്നത്. 20 നിയമം താങ്കൾ പിന്നെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് രാഷ്ട്രപതി ഒപ്പിടുന്നത് 2025 നവംബറിലാണ്. ഇപ്പൊ അതിനകത്ത് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് ആക്റ്റായി. ഇനി റൂൾസ് ഉണ്ടാവണം. അപ്പോൾ ഉയർന്നു ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ചോദിച്ച അല്ലെങ്കിൽ തുടക്കം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പൗരന്റെ അവകാശങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ റൂൾസ് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ. പിന്നെ പൊതുവായ സാമൂഹ്യ ആവശ്യങ്ങൾക്ക് ഇത് ഭരണകൂടത്തിന് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ അകത്ത് തന്നെ. അപ്പൊ അത് ഈ വർഷം 2026 അതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് പല നിലയ്ക്കും. അതുകൊണ്ടാണ് അതിനെ ആ ഒരു ക്യൂറിംഗ് പീരീഡ് പോലെ 2027 മെയ് എന്ന് ഞാൻ ചോദിച്ചത്. നമുക്ക് ഈ സാങ്കേതികമായിട്ട് അങ്ങനെ വലിച്ചിഴക്കേണ്ട. അനിൽകുമാർ ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് എവിടെ നിന്നാണ് കൊടുത്തത്, എങ്ങനെ കൊടുത്തു? കാരണം ഈ സ്പാർക്കിലെ ഡേറ്റാസ് എങ്ങനെയാണ് ഈ പറയുന്ന കോടതി ഉന്നയിച്ച ചോദ്യമാണ് ഈ ഓഫീസിലേക്ക് എത്തുന്നത്? അതായത് ബൾക്കായിട്ട് ഒരു ബിസിനസ് അക്കൗണ്ടിൽ നിന്നും എങ്ങനെ ഇത് അയക്കാൻ കഴിയുന്നു? അതല്ലേ ശ്രീ അനിൽകുമാർ താങ്കൾ ചോദിച്ചത്? അനിൽകുമാർ, മറ്റെന്തെങ്കിലും? അത് മാത്രമല്ല, മെറ്റ എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ സോഫ്റ്റ്വെയറിലേക്ക് ഇത് കൈമാറുമ്പോൾ ഈ സ്പാർക്കിൻ്റെ ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ജോയിന്റ് സെക്രട്ടറി, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം വഴിയാണോ ഇത് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയണം. കാരണം ഈ ഡേറ്റ ചോർന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ജയചന്ദ്ര സാർ ഉൾപ്പെടെയുള്ളവർക്കുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, അല്ല, ഇത് താങ്കൾ ചോദിച്ചത് ഞാൻ ആദ്യം തന്നെ മറുപടി പറഞ്ഞു. വീണ്ടും പറയാം, എന്താ കുഴപ്പം? ഒന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല, ഇന്ന് രഹസ്യമൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് സ്റ്റേറ്റ് IT മിഷൻ ഇക്കാര്യത്തിൽ INPRDയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോകുന്നത്. ഇത് മറ്റേക്കൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു വെരിഫൈഡ് കോൺട്രാക്ട് മാത്രം മതി. ആ വെരിഫൈഡ് കോൺട്രാക്ട് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് IT മിഷൻ, INPRD, വെരിഫൈഡ് കോൺട്രാക്ട്. ഇതാണ് അതിന്റെ മൊഡാലിറ്റീസ് അങ്ങനെയാണ് പൂർത്തീകരിച്ചത്. എന്നിട്ടാണ് ഇവരുടെ ജീവനക്കാരുടെ ഖണ്ഡിക്കാനുണ്ടെങ്കിൽ
അനിൽകുമാർ എന്തൊരു ഉപചോദ്യം ചോദിക്കുന്നു? അല്ല, അങ്ങനെ ഒരു കൺസെന്റ് ഞങ്ങളോട് ആരോടും ചോദിച്ചിട്ടില്ലല്ലോ സാർ. എവിടെയാണ് നമ്മുടെ ആ ഒരു ഓർഡർ, ഉത്തരവ് എവിടെയാണ്? ആ ഉത്തരവ് അനുസരിച്ച് ഞങ്ങളുടെ കൺസെന്റ് എവിടെ നിന്ന് വാങ്ങി? ഞാനിത് ചോദ്യം പ്രതീക്ഷിച്ചാണ് കേട്ടോ, തീർച്ചയായിട്ടും. എനിക്കതിന്റെ മറുപടി അറിയാൻ കഴിയാനല്ല പറയാത്തത്. ദയവായി അതൊന്ന് ഉൾക്കൊള്ളുക. വെള്ളിയാഴ്ച ഈ പ്രശ്നം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല പ്രിയപ്പെട്ട അനിൽകുമാർ. അല്ല, ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ബോധ്യമുണ്ടായിരുന്ന ശ്രീ അനിൽകുമാർ അങ്ങനെ മുട്ടുമടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇനി മെസ്സേജ് അയക്കത്തില്ല എന്ന് പറയണ്ടല്ലോ. ഞങ്ങൾ ചെയ്ത് ഓക്കെയാണ്. അല്ലല്ല, ഞങ്ങൾ ചെയ്ത് ഓക്കെയാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ അതിന് ശരികേട് സ്വയം അല്ലെങ്കിൽ സ്വയം അപഹാസ്യരാകേണ്ടതില്ലല്ലോ. അങ്ങനെ ആരും അപവാദമായിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ നരേറ്റീവ്സ് അല്ലേ. ഇത് പറഞ്ഞിട്ടുള്ള ഇതാണ്, വൺ ടൈം ഡിസിഷൻ ആയിരുന്നു അത്, അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറയുകയല്ല ചെയ്തത്, എഴുതി കൊടുക്കുക ചെയ്തത്. എഴുതിയാണ് കൊടുത്തിട്ടുള്ളത് ഇന്ന്, അല്ല പറയുകയൊന്നും അല്ല. അത് വൺ ടൈം ഡിസിഷൻ ആയിരുന്നു, അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് കോടതി ഡീറ്റെയിൽസ് റെഫറൻസിനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് വെള്ളിയാഴ്ചയ്ക്ക് മാറ്റിവെച്ചത്. അതല്ലാതെ ആരും അവിടെ നിന്ന് എഴുന്നേറ്റ് ഒളിച്ചോടിയൊന്നും പോയില്ല. പ്രതീക്ഷ അതൊന്നും ഉണ്ടായിട്ടില്ല. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു നറേറ്റീവാണോ, ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവ് മാത്രമാണോ, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കുന്നതാണോ? കാരണം ഇവിടെ ഒരു ഡേറ്റാസ് ഈ പറയുന്ന ശ്രീ ജയചന്ദ്രൻ പറയുന്നത് പോലെ തന്നെ ഈ DPDP ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് അതിന്റെ ഒരു സമയപരിധി പറഞ്ഞില്ല. പക്ഷേ ഞാൻ അപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ നിൽക്കുകയല്ലേ ശ്രീ അനിൽകുമാർ? തീർച്ചയായും ആ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ നിൽക്കുമ്പോൾ ഇനി റൂൾസ് ഉണ്ടാകേണ്ട താമസം അത് വെറും അതിൻ്റെ ബാക്കിപത്രം മാത്രമാണ്. റൂൾസ് ഉണ്ടാകുന്നപ്പോൾ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും റൂൾസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ ആക്ട് നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി അതൊക്കെ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. തീർച്ചയായും ഹൈക്കോടതി അതിൻ്റെ നിലവിൽ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പോൾ അത് വന്നോട്ടെ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഡേറ്റ നമ്മുടെ അനുവാദം ഇല്ലാതെ ചോർത്തി മറ്റൊരു ഏജൻസിക്ക് കൊടുത്തു എന്നുള്ളത് നഗ്നമായ സത്യമല്ലേ? അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? തീർച്ചയായും ആ ചോദ്യത്തിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച അവസാനിക്കും. ശ്രീ ജയചന്ദ്രൻ കൂട്ടിച്ചേർക്കാം. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ. വ്യക്തതയോടെ തന്നെയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അത് നിലവിലുള്ള DPDPയുടെ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ചട്ടങ്ങൾ നടപ്പാകാത്തത് കൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികളടക്കം എന്തൊക്കെയാണെന്നുള്ള ഹൈക്കോടതി ഡിഫൈൻ ചെയ്യട്ടെ. അത് സർക്കാരിന് ഒരു ആശങ്കയുമില്ല. ഇത് വൺ ടൈം ഡിസിഷൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ വെള്ളിയാഴ്ച തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുള്ളത്. അല്ല, അപ്പോഴും ഇതൊക്കെ എന്തായാലും സാങ്കേതികമായ വശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാം. സാങ്കേതികവും നിയമപരമായിട്ടുള്ള അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു നിലപാടുണ്ടല്ലോ അങ്ങ് പ്രദാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ, അതുകൂടി പറഞ്ഞാൽ. അല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളത് ഞാൻ ആദ്യം മുതലേ അതും പറയുന്നുണ്ട്, റിലവൻസ് ഇല്ല എന്നുള്ള പ്രതീക്ഷയെ. കാരണം ഇത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ അകത്ത് എനിക്ക് എന്റെ അവകാശം എന്ന് പറഞ്ഞ അനിൽകുമാർ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അതിനെ അക്നോളജ് ചെയ്യുകയും ഈ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തല്ലോ. അത് പൊതുവായി ഇപ്പം പൊതു നിലപാടായിട്ട് വരികയാണ് ഇപ്പോ. അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് മാറുമ്പോൾ തയ്യാറാവുന്നത്. ഇനി അതൊരു തീരുമാനത്തിലേക്ക് വരുന്നത് വെള്ളിയാഴ്ചയാണെന്നേ. ആ തീരുമാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ലേ ഉത്തരവാദിത്തമുള്ള ഏതൊരു പൗരനും ചെയ്യേണ്ടതല്ലേ? അതാണ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ശ്രീ ജയചന്ദ്രനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കിട്ടിയിട്ടുമില്ല. നോക്കൂടെ ശ്രീ ജയേന്ദ്രൻ ഇതിനെ ന്യായീകരിക്കുന്നതാണ്. ശ്രീ ജയേന്ദ്ര, ഒരു മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് അയാളുടേതായ ചില സ്വകാര്യതകളുണ്ട്. അത് ദുരുപയോഗം ചെയ്യുകയോ ഇല്ല എന്നുള്ള പദമുണ്ട്. ദുരുപയോഗം എന്നുള്ളൊരു പദമുണ്ട്. ആ ദുരുപയോഗം ഏത് ആക്ട് പാസ്സാക്കിയാൽ അതൊക്കെ കിടക്കുകയല്ലേ? എനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് അയാൾക്ക് ഈ വാട്സ്ആപ്പ് സന്ദേശം വരുന്നത് ശരിയാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇപ്പൊ തന്നെ ഈ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതായത് എന്ത് അറസ്റ്റാ, വിർച്വൽ അറസ്റ്റോ, അവർ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് എന്റെ സ്വകാര്യമായി ഞാൻ വിശ്വസിച്ച ഒരു സർക്കാരിനെ ഏൽപ്പിച്ചത് അത് എന്റെ അറിവില്ലാതെ അത് ദുരുപയോഗം ചെയ്ത് എനിക്ക് വീണ്ടും ഭരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തെന്ന് പറയാൻ ആരാണ് ഈ സർക്കാരിന് അനുവാദം കൊടുത്തത്? നിങ്ങളുടെ പാർട്ടിയെ സമ്മതിക്കുമോ? നിങ്ങളുടെ പാർട്ടി ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ അതാ പറയുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല. നാളെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ വരുമ്പോ അത് BJP ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുമോ? വെറുതെ ന്യായീകരിക്കുന്നോ ഒരു പൗരന്റെ അവകാശത്തെ ധ്വംസിച്ചിട്ട്? ഇത് എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നയാത്?
ഇത് എവിടുത്തെ LDF നയാ? അത് ഏത് LDF അറിഞ്ഞിട്ടുള്ളത്? ഏത് മന്ത്രിസഭ അറിഞ്ഞിട്ടുള്ളത്? ഇത് ആരാ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ നാളെ ഉത്തരം കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ആഴ്ചയും അത് നോക്കിയിട്ട് കാര്യമില്ല. എന്റെ സ്വകാര്യമായ അവകാശം എനിക്കുള്ളതാണ്. ആ അവകാശം ദുരുപയോഗം ചെയ്യാൻ ഒരു സർക്കാരിനും അവകാശമില്ല, ഒരു പാർട്ടിക്കും അവകാശമില്ല. ഇത് പാർട്ടി തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയട്ടെ. അതല്ല, ഇത് ഗവൺമെന്റിന്റെ തീരുമാനമാണെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ, പത്രസമ്മേളനം നടത്തി പറയട്ടെ. 77 ലക്ഷം ഡാറ്റ ഞങ്ങൾ ഉപയോഗിച്ചത് ഞങ്ങൾ നിയമപരമായിട്ട് അത് പറയട്ടെ. അന്ന് നമുക്ക് വിശ്വസിക്കാം. അതെല്ലാവർക്കും അത്തുള്ള കാലം നിങ്ങൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഒരു പൗരന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതാണ് സ്പ്രിംഗ്ലർ കേസിന് ഹൈക്കോടതി പറഞ്ഞത്. ആ ഉത്തരവ് 2020 ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുക. ആ ഉത്തരവ് റദ്ദാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് അവരുടെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ വേറെ മാർഗമുണ്ട്. പാർട്ടിക്കാർക്ക് സജ്ജമല്ല പ്രതീക്ഷേ, പാർട്ടിക്കാർ സജ്ജരല്ല ഇതൊക്കെ പറയാൻ. അതുകൊണ്ടാണ് നവകേരള മിഷന്റെ സർവേ 10% പോലും പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇനി 8 ദിവസമേ ഉള്ളൂ അവർ പ്രഖ്യാപിച്ച ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ. എന്താ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. വേണമെങ്കിൽ ഇതൊക്കെ നടത്താം. 8 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയവർക്ക്? അപ്പൊ നവകേരള സർവേക്ക് എടുത്തു കൊടുത്ത ആദ്യത്തെ തുക അത് ആര് തിരിച്ചടയ്ക്കും? പാർട്ടി തിരിച്ചടയ്ക്കുവോ? അതിത് വിളിച്ചു പറയാനോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് എന്താ മടിയുണ്ടായത്? പാർട്ടി പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. ശരി, കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കാം. സമയക്കുറവുണ്ട്. കൂട്ടിച്ചേർത്തോളൂ ശ്രീ ജയചന്ദ്രൻ. അല്ല, ശ്രീകുമാർ അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ രാഷ്ട്രീയം പറയാൻ ഇരിക്കില്ല, അവർ ചർച്ച ചെയ്തെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അറിയാത്ത ആളൊന്നുമല്ല അദ്ദേഹം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ ഇന്ത്യൻ ഭരണഘടന സെക്യുലർ ആണെന്നുള്ള ഭരണഘടന എഴുതിയ കാലം മുതലേ എല്ലാവർക്കും അറിയാം, നടപ്പിലായ കാലം മുതലേ. എന്തിനാണ് ഇന്ദിരാഗാന്ധി 1975 ഭേദഗതി കൊണ്ട് 1976 ഇന്ത്യ സെക്യുലർ ആണെന്ന് അമെന്റ്മെന്റ് കൊണ്ട് 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതിനാ? വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇന്നേ വരെ കോൺഗ്രസ് പാർട്ടിയിലെ ആരെങ്കിലും അതില്ലെങ്കിലും, ആ ഭരണഘടനാ ഭേദഗതി ഇല്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടന എന്നും സെക്യുലറാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും തയ്യാറാവാത്തത്? എന്തിനാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത്? അപ്പോൾ ഈ ഭരണാധികാരികളായിട്ടുള്ള ഭരണഘടനയിൽ വരെ അമെന്റ്മെന്റ് കൊണ്ടുവന്നത് സ്വകാര്യ താല്പര്യത്തിലാണ് എന്നുള്ളത് വ്യക്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ സ്വകാര്യ താല്പര്യത്തിലൊന്നുമല്ലല്ലോ. പിന്നെ അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അവർ ചെയ്തതിൽ എന്തെങ്കിലും പിശകുണ്ടോ, കറക്റ്റ് ചെയ്യാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അവസരം കൊടുക്കണമെന്നേ. അതാണ് ശരി എന്നാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യുക, വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുക. ശരി, വെയിറ്റ് ചെയ്യാം. ശ്രീ അനിൽകുമാർ, എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. സർക്കാരിന്റെ മറുപടിയൊക്കെ ഇക്കാര്യത്തിൽ എന്തായിരിക്കാം ഇനി വരുന്നത്? പക്ഷെ അപ്പോഴൊരു ചോദ്യം, ഈ സ്പാർക്കിലെ ഡീറ്റെയിൽസ്, ഈ വിവരങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി, അല്ലെങ്കിൽ മുഖ്യ എങ്ങനെ പോയി എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈ ബൾക്കായിട്ടുള്ള ഈ പ്രൈവറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ആ മെസ്സേജ് പോയിരിക്കുന്ന സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചോദ്യചിഹ്നമായി വരുമ്പോൾ PR വർക്കിനേറ്റ തിരിച്ചടിയാണോ എന്ന ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടായാൽ തെറ്റ് പറയാൻ കഴിയില്ല. വളരെയധികം നന്ദി അതിഥികൾക്ക്.